നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ജൻ ഔഷധി കേന്ദ്രം ബുധനാഴ്ച മൗറീഷ്യസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പ് അടയാളപ്പെടുത്തി. മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥും ചടങ്ങിൽ പങ്കെടുത്തു. ജൻ ഔഷധി കേന്ദ്ര ആരോഗ്യ പങ്കാളിത്ത പദ്ധതി മൗറീഷ്യസിൽ പൊതുജനാരോഗ്യ സംരക്ഷണവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിന് ചിലവ് കുറഞ്ഞതും ഇന്ത്യയിൽ നിർമ്മിച്ചതുമായ മരുന്നുകൾ വിതരണം ചെയ്യാൻ ലക്ഷ്യമിടുന്നു. ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനമാണ് ഈ സംരംഭം. മൗറീഷ്യസിലെ ഗ്രാൻഡ് ബ്രോയിസ് ഗ്രാമത്തിൽ മെഡിക്ലിനിക് പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നടത്തി. ഇന്ത്യൻ സഹായത്തോടെ ധനസഹായം നൽകുന്ന പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന ഏകദേശം 16,000 പേർക്ക് ദ്വിതീയ ആരോഗ്യ പരിരക്ഷ നൽകും. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ജനകേന്ദ്രീകൃത നയങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ജയശങ്കർ ഉയർത്തിക്കാട്ടുകയും എല്ലാ പൗരന്മാർക്കും മുൻഗണനയും അവകാശവും എന്ന നിലയിൽ ആരോഗ്യത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. മൗറീഷ്യസ് സർക്കാർ ഞങ്ങളിൽ നിന്ന് പ്രധാന മരുന്നുകളുടെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ വിതരണം ആവശ്യപ്പെടും. സാധാരണ പൗരന്മാർ പതിവായി ഉപയോഗിക്കുന്ന പ്രധാന മരുന്നുകൾ അത് താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കും. അത് ആരോഗ്യരംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഞാൻ കാണുന്നു, ജൻ ഔഷധി കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പ്രസംഗത്തിൽ ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ 3ാം ടേമിൽ വീണ്ടും നിയമിതനായതിനു ശേഷം ജയശങ്കർ ഏറ്റെടുത്ത ആദ്യത്തെ ഉഭയകക്ഷി ഇടപെടലുകളിലൊന്നാണ് ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ് രാഷ്ട്ര സന്ദർശനം. മൗറീഷ്യസുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തവും ബഹുമുഖമായ പങ്കാളിത്തമായി വളർന്നുവെന്നും മൗറീഷ്യസുമായുള്ള ഉഭയകക്ഷി ബന്ധം വിദേശത്ത് ഇന്ത്യയുടെ വിജയകരമായ വികസന സഹകരണത്തിന് ഒരു മാതൃകയാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ് പങ്കെടുത്ത ഒരു ചടങ്ങിൽ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ ധനസഹായം നൽകുന്ന 12 ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം, വിദ്യാഭ്യാസം, സംസ്കാരം, ഇമിഗ്രേഷൻ, ആർക്കൈവുകളുടെ ഡിജിറ്റലൈസേഷൻ, ബഹിരാകാശ നവീകരണ മേഖലകളിലെ സഹകരണം എന്നിവയെക്കുറിച്ചുള്ള ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. മൗറീഷ്യസിൽ ഏകദേശം 12 ലക്ഷത്തി ചില്ലുവാനുമാണ് ജനസംഖ്യ. 1968 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഈ രാജ്യത്തിന് ആകെ ജനസംഖ്യയുടെ 67% ഇന്ത്യൻ വംശജരാണ്. സന്ദർശന വേളയിൽ പ്രതിപക്ഷ നേതാവ് ആൽവിൻ ബുലൈൻ ഉൾപ്പെടെയുള്ള മൗറീഷ്യസിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും ജയശങ്കർ കാണുകയും ദ്വീപ് രാഷ്ട്രവുമായുള്ള ഇന്ത്യയുടെ സവിശേഷവും ശാശ്വതവുമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.